नमस्कार। आज हम चर्चा करेंगे टूटा पहिया नामक कविता। यह कविता धर्मवीर भारती नामक कवि ने लिखा है। उनका जन्म इलाहाबाद में हुआ और वे आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और സാമാജിക് വിചാരകൻ. അദ്ദേഹം എഴുത്തുകാരനാണ്, നാടകകാരനാണ്, അതുപോലെ തന്നെ സാമൂഹിക ചിന്തകനാണ്. പ്രമുഖ കൃതിയ മുർദോं का गाँव, സ്വർഗ് और പൃഥ്വി, ചാന്ദ് और टूटे हुए लोग അത് കഹാനി സംഗ്രഹമാണ്. ടണ്ട ലോഹ കനുപ്രിയ കാവ്യങ്ങൾ, അതുപോലെ ഗുനാഹോं का देवता, सूरज का सातवां घोड़ा उपन्यास, बोले अंधा युग काव्य नाटक. उनको पुरस्कार मिला है पद्मश्री, संगीत नाटक अकादमी, भारत भारती, व्यास सम्मान आदि पुरस्कार भी उन्हें मिला है. तो ये कविता का नाम है टूटा पहिया. पहिया मतलब രഥത്തിന്റെ ചക്രമാണ് ഇവിടെ ടൂട്ട पहिയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊട്ടിയ രഥത്തിന്റെ ചക്രം. അപ്പോൾ നമുക്ക് മഹാഭാരതത്തിലെ ഒരു കഥാസന്ദർഭമാണ് ഇവിടെ ഇതിൻ്റെ ഈ കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കുന്നതും തുടർന്ന് അദ്ദേഹത്തിന് ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതാവുന്നതും അദ്ദേഹം മറ്റ് മഹാരഥികളായിട്ടുള്ള കർണൻ, ദ്രോണർ, ഭീഷ്മർ ഇങ്ങനെയുള്ള ആളുകൾ, ധർമ്മനിഷ്ഠരായിട്ടുള്ള ആളുകൾ ഒക്കെ നിൽക്കുമ്പോൾ അവരാൽ ആക്രമിക്കപ്പെട്ട് അധാർമികമായി മരണപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു, ആയുധങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. നിരായുധനാകുമ്പോൾ അദ്ദേഹം ഈ പൊട്ടിയ രഥത്തിൻ്റെ ചക്രമാണ് ആയുധമായി എടുക്കുന്നത്. ആ ആയുധം ഉപയോഗിച്ചാണ് വലിയ ബ്രഹ്മാസ്ത്രങ്ങളെയും വലിയ വലിയ മഹാരഥികളുടെ അസ്ത്രങ്ങളെയൊക്കെ അദ്ദേഹം നേരിട്ടത്. അപ്പോൾ അത് കാണിക്കുന്നത്, അതിലൂടെ കവി നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രാധാന്യമില്ലെന്ന് കരുതുന്ന പലതുമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സഹായകമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ മൂല്യമില്ലാത്തതായിട്ട് കാണാൻ പാടില്ല. എല്ലാത്തിനും അതിൻ്റേതായ വിലയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്നത്തെ ഭരണവർഗത്തിൻ്റെ അധാർമികതയ്ക്കെതിരെയുള്ള ഒരു സൂചനയും ഒരു സന്ദേശവും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് വന്നാൽ, ഈ കവിത ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणियों सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर गई. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया, उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का ആശ്രയ ലേ. കവിതയുടെ വ്യാഖ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില പേരുകൾ, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, അഭിമന്യു എന്ന കഥാപാത്രം അതാരാണ്? അഭിമന്യു എന്ന് പറയുന്നത് അർജുനൻ്റെ മകനാണ്. അർജുനൻ്റെ ഭാര്യ ആയ സുഭദ്ര എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ്. അപ്പോൾ സുഭദ്രയുടെയും അർജുനൻ്റെയും മകനാണ് അഭിമന്യു. അപ്പോൾ സുഭദ്ര ഗർഭിണിയായിരുന്ന സമയത്ത്, അഭിമന്യുവിനെ ഗർഭത്തിൽ വഹിക്കുന്ന സമയത്ത്, അർജുനന് കൃഷ്ണൻ
ഈ ചക്രവ്യൂഹം ഭേദിക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത സമയത്ത് അർജുനൻ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സുഭദ്രയും ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഭേദിക്കുന്നത്, അത് അകത്ത് കിടക്കുന്നത് പറയാനേ സാധിച്ചുള്ളൂ, പുറത്തേക്ക് വരുന്ന മാർഗം പറയാനായിട്ട് സാധിച്ചില്ല. അതിനു മുമ്പ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ സമയത്ത് ഗർഭാവസ്ഥയിലായിരുന്ന അഭിമന്യു ഇത് കേൾക്കുകയും ഇത് ഹൃദയസ്ഥമാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അഭിമന്യുവിന് ഈ ചക്രവ്യൂഹം ഭേദിക്കുവാനായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആണ് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇത് കാണിക്കുന്നത് ഗർഭാവസ്ഥയിൽ ആയിരിക്കുമ്പോഴും കുട്ടികൾ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്വഭാവത്തിലും ഒക്കെ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യം വലിയ കാര്യം. ഇന്ന് ആധുനിക മനഃശാസ്ത്രം അത് അംഗീകരിക്കുന്നതാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ മഹാഭാരത കാവ്യത്തിൽ അത് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വേർഡ് ഇതിലുപയോഗിച്ചിരിക്കുന്ന അക്ഷൗണി സേന എന്ന് വരുന്നുണ്ട്. അക്ഷൗണി സേന. അപ്പോൾ അക്ഷൗണി സേന എന്ന് പറയുന്നത്, അതിൽ ഒരു അക്ഷൗണി സേനയിൽ 21,870 രഥങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ 21,870 ആനകളുണ്ട്. 65,610 കുതിരകളുണ്ട്. 1,09,350 പടയാളികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും അടങ്ങുന്നതാണ് ഒരു അക്ഷൗണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി അക്ഷൗണി സേനകളുടെ കൂട്ടമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ 13-ാം ദിവസത്താണ് ഈ ചക്രവ്യൂഹം അഭിമന്യു ഭേദിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അർജുനന് ആ സ്ഥലത്ത് ഇല്ലാതാവുകയും അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായി വരികയും, അപ്പോൾ ഇത് ഭേദിക്കാൻ അറിവുള്ള ആരും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ അഭിമന്യു അതിന് തയ്യാറാകുകയും, അപ്പോൾ അദ്ദേഹത്തിന് പുറത്തോട്ട് വരാൻ സാധിക്കില്ല എന്നറിയാമെങ്കിലും, അപ്പോൾ ബാക്കിയുള്ള ഭീമനും ബാക്കി പാണ്ഡവരെല്ലാം നിന്റെ പുറകെ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുമ്പോട്ട് വിടുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് പാണ്ഡവർക്ക് അഭിമന്യുവിനോടൊപ്പം ചക്രവ്യൂഹത്തിനകത്ത് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടെ ചക്രവ്യൂഹത്തിനകത്ത് ഒറ്റയ്ക്കായി പോകുന്ന അഭിമന്യുവിനെ കൗരവസേന വളഞ്ഞിട്ട് കൊല്ലുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് മഹാരഥി എന്ന വാക്കിൽ വരുന്നുണ്ട്. മഹാരഥി. അപ്പോൾ നമ്മൾ മഹാരഥന്മാർ എന്ന് പറയാറുണ്ട്. മഹാരഥി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് 10,000 ആളുകളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള വ്യക്തി ആണ് മഹാരഥി എന്ന് പറയുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ നിരവധി മഹാരഥന്മാർ ഉണ്ടായിരുന്നു. അർജുനൻ, കർണൻ, ദ്രോണര്, ഭീഷ്മാചാര്യര് തുടങ്ങിയവരൊക്കെ മഹാരഥന്മാരായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മഹാരഥന്മാരോടാണ് ഈ അഭിമന്യു ഒറ്റയ്ക്ക് നേരിട്ടത് എന്നുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ്. അപ്പോൾ എല്ലാം തൻ്റെ മരണം ഉറപ്പാകുന്ന സമയത്ത് പോലും ധൈര്യം കൈവിടാതെ പരാജയം സമ്മതിക്കാതെ ഇരിക്കുകയാണ്. അതായത് അദ്ദേഹം മരണം വരെ പരാജയം സ്വീകരിക്കുന്നില്ല. അത് കാണിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയപ്പെടാതിരിക്കാനായിട്ട് സാധിക്കും. മരണം വരെ പോരാടാനായിട്ട് സാധിച്ചാൽ എന്നുള്ളത് ഒരു കഥാപാത്രം, അജയ്യനായ ഒരു പോരാളിയുടെ ചിത്രമാണ് അത്. ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ മഹാഭാരതത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവരെ കൊല്ലാനായിട്ട് സാധിക്കും പല മാർഗങ്ങളിലൂടെ. പക്ഷേ അവരെ മാനസികമായിട്ട് പരാജയപ്പെടുത്താൻ അല്ലെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമുക്കും വലിയ പാഠമാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള കരുത്ത് നൽകുന്ന വലിയ സന്ദേശമാണ് ഇവരുടെയൊക്കെ ജീവിതം നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കവിതയുടെ വ്യാഖ്യയിലേക്ക് പോകാം. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാ ഹും. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे ഫേങ്കോ മത്. പക്ഷേ എന്നെ എറിഞ്ഞ് കളയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ് ചക്രമേ. വളരെ ദുരൂഹമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ വഴികളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഉള്ള ചക്രവ്യൂഹമാണ് കൗരവസേന തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേ അക്ഷൗണി സേനാവോं को चुनौती देता हुआ
അക്ഷൗണി സേന നമ്മൾ പറഞ്ഞു. അക്ഷൗണി സേനാവുക്കു ചുനൗത്തി ദേത്താ ഹുവ, അവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കൊയ് ദുസാഹസി അഭിമന്യു ആക്കർ ഘർ ഗയി, ദുസാഹസി വലിയ സാഹസത്തിന് മുതിരുന്ന ആള്, വലിയ ധൈര്യശാലിയായിട്ടുള്ള, ദുസാഹസി അതിരുകടന്ന സാഹസം കാണിക്കുന്ന, അഭിമന്യു ആക്കർ ഘർ ഗയി, അഭിമന്യു ആ ചക്രവ്യൂഹത്തിൽ കടന്ന് അതിൽ പെട്ടുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പനെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയേപി, തന്റെ പക്ഷം അസത്യമാണ്, അധർമ്മമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബഡേ ബഡേ മഹാരഥി അക്കേലെ നിഹത്യ ആവാസ്കു, ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ അധാർമികമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അസ്ത്രമില്ലാതെ നിൽക്കുന്ന അഭിമന്യുവിനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അസ്ത്രങ്ങൾ അയക്കുന്നത് അധാർമികമാണ്. ഇത് അറിയാവുന്ന ആളുകളാണ് ദ്രോണാചാര്യര്, ഭീഷ്മാചാര്യര് തുടങ്ങിയ ആളുകളൊക്കെ, കർണൻ, ഇങ്ങനെ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരും ഈ അഭിമന്യുവിനെതിരെ അധാർമികമായി എല്ലാവരും കൂടെ ഒരുമിച്ച് ആക്രമിക്കുകയാണ്. യുദ്ധനീതി അനുസരിച്ച് ഒരാളോടാണ് ഏറ്റുമുട്ടേണ്ടത്. രണ്ടുപേര് കൂടി ആക്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആയുധം കയ്യിൽ ഇല്ലാത്തയാളെ ആക്രമിക്കാൻ പാടില്ല, നിലത്ത് വീണയാളെ എഴുന്നേറ്റ് ശേഷം യുദ്ധം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ യുദ്ധത്തിലുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അഭിമന്യുവിന്റെ വധം, അല്ലെങ്കിൽ അഭിമന്യുവിനെ കൗരവ സേന ആക്രമിച്ചത്. തബ് മേ രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ, ആ സമയത്ത്, അങ്ങനെ അസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത്, രഥ് കാ ടൂട്ടാ പഹിയ, ഈ രഥത്തിന്റെ പൊട്ടിയ ആ ചക്രം, ഉസ്കെ ഹാത്തോമേയും, ഈ അഭിമന്യുവിന്റെ കൈകളിൽ എന്താണ്, ബ്രഹ്മാസ്ത്രം സെ ലോഹാലേ സക്താഹും, ബ്രഹ്മാസ്ത്രങ്ങളോട്, വലിയ വലിയ അസ്ത്രങ്ങളോടൊക്കെ ഏറ്റുമുട്ടുന്നത് ഈ രഥത്തിന്റെ ചക്രവുമായിട്ടാണ്. അപ്പം നമ്മൾ അഭിമന്യുവിന്റെ ചിത്രം പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, രഥത്തിന്റെ ചക്രം കയ്യിലേന്തി നിൽക്കുന്ന ആ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രഥത്തിന്റെ ചക്രം കൊണ്ടാണ് അവസാന നിമിഷം തന്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അഭിമന്യു നേരിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ടൂട്ടാ ഹുവ പഹിയ എന്ന് വെച്ചാൽ രഥത്തിന്റെ പൊട്ടിയ ചക്രം പറയുകയാണ്. ഉസ്കെ ഹാത്തോമേം ബ്രഹ്മാസ്ത്രം സെ ലോഹാലേ സക്താഹു, ഞാൻ അഭിമന്യുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെയൊക്കെ നേരിടുകയാണ്. മേ രഥക്ക ടൂട്ടാ ഹുവ പഹിയ ഹൂ ലേക്കിൻ മുझे फेंको मत, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് എങ്കിലും എന്നെ എറിഞ്ഞു കളയരുത്. എപ്പോഴാണ് എന്നെ കൊണ്ടൊരു ഉപകാരം വരിക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ലേക്കിൻ മുझे फेंको मत, എന്നെ വലിച്ചെറിഞ്ഞു കളയരുത്. ഇതിഹാസ് കി സാമൂഹിക് ഗതി സഹസ ചൂട്ടി പടി ജാനെ പർ, ഇതിഹാസ് ചരിത്രത്തില് സാമൂഹികമായിട്ടുള്ള അതിന്റെ പോക്ക് തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ, സഹസ ചൂട്ടി പടി ജാനെ പർ, തെറ്റായ രീതിയിൽ പോകുമ്പോൾ, ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയെ പഹിയോ കാ ആശ്രയിലേ, അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ സത്യത്തിന് ഈ പൊട്ടിയ രഥത്തിന്റെ ചക്രത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കവിതയിലൂടെ ധർമ്മവീർ ഭാരതി പറയുന്നത്. അപ്പോൾ ഒരിക്കലൂടെ ഈ കവിത ഒന്നുകൂടി ഒന്ന് വായിക്കാം. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर गई. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. क्रमेण शुतेन च विनया सहदेवस्य सन्नुषो
अभिमन्यु